ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കും നിങ്ങളിൽ പല ആൾക്കാരുടെ ലൈഫിൽ ഒരു സഡൻ ചേഞ്ച്, സഡൻ ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫർമേഷൻ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അത് നിങ്ങളുടെ ലൈഫിലോ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലോ ആയിരിക്കാം. ഇവിടെ സ്കോർപിയോ രാശിയിലുള്ളവർക്കാണ് കൂടുതലായിട്ടും ഈ ഒരു ചേഞ്ച് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ലഗ്നമോ രാശിയോ സ്കോർപിയോ ആണ് എങ്കിൽ നിങ്ങൾ ജനിച്ചത് ഈ സ്കോർപിയോ എന്ന് പറയുന്ന ആ ഒരു മാസത്തിലാണ് എങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു എനർജി വളരെ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യുന്നതാണ്. കാരണം ഈ ഒരു റീഡിംഗ് നോക്കുമ്പോൾ സ്കോർപിയോ രാശിയാണ് ഭയങ്കരമായിട്ട് കൂടി നിൽക്കുന്നത്. സ്കോർപിയോക്കാരുടെ ആ ഒരു ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ കാര്യങ്ങൾ സഡനായിട്ട് മുകളിലോട്ട് പോകും. പിന്നെ പെട്ടെന്ന് എല്ലാം തകിടം മറിയും. പിന്നെ വീണ്ടും ഒരു ന്യൂ ബിഗിനിങ്. അങ്ങനെയാണ് ഇവരുടെ ലൈഫ്. അതായത് ഇങ്ങനെയുള്ള രാശിക്കാരുടെ ലൈഫിൽ ഭയങ്കര ചേഞ്ചസ് വരുന്നു. എല്ലാം തകിടം മറിഞ്ഞിട്ട് വീണ്ടും സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അതായത് പെട്ടെന്ന് ഒരു റിലേഷൻഷിപ്പ് എല്ലാം ഡിവോഴ്സിൽ പോയി പിന്നെ വീണ്ടും ഒരു ന്യൂ ബിഗിനിങ്, പുതിയതായിട്ടൊരു ജീവിതം തുടങ്ങുക. അങ്ങനെ ഇല്ല എങ്കിൽ ഒരാളുമായിട്ട് റിലേഷൻ വച്ചു, കല്യാണത്തിന് മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. എല്ലാം കൊണ്ടും നല്ലൊരു റിലേഷൻഷിപ്പായിരുന്നു, എല്ലാം നല്ല രീതിയിൽ പൊയ്ക്കൊണ്ട് പെട്ടെന്ന് സഡനായിട്ട് എല്ലാം തകിടം മറിഞ്ഞു, വീണ്ടും സീറോ ആയ അവസ്ഥ. അങ്ങനെയൊക്കെയാണ് ഈ ഒരു സ്കോർപിയോ രാശിക്കാരുടെ ആ ഒരു എനർജി. ഇവരുടെ കരിയർ ആയാലും ഇങ്ങനെ തന്നെയാണ്. നല്ല രീതിയിൽ കരിയർ പൊയ്ക്കൊണ്ടിരുന്നതായിരിക്കും, പക്ഷെ പെട്ടെന്ന് സഡനായിട്ട് എന്തെങ്കിലും ഒരു കുഴപ്പം വരുന്നു. അതേപോലെയാണ് മാരേജ് ലൈഫും ലവ് ലൈഫും എല്ലാം. സഡനായിട്ടാണ് എന്തെങ്കിലും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ഇവരുടെ ലൈഫിൽ വരുന്നത്. അപ്പോൾ സ്കോർപിയോ രാശിക്കാർക്ക് ലവ് ലൈഫിൽ ഒരു വലിയ ചേഞ്ചാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ചേഞ്ച് എല്ലാ പേർക്കും ഇതേപോലെ പോസിറ്റീവായിട്ട് ആയിരിക്കണമെന്നില്ല. കാരണം ഈ ഒരു റീഡിങ് 1000 പേര് കാണുന്നുണ്ട്. 1000 പേർക്കും പോസിറ്റീവായിട്ട് റെസണേറ്റ് ആകണമെന്നില്ല. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും റെസണേറ്റ് ആകുന്നത്. ദയവ് ചെയ്ത് നിങ്ങളുടെ പേഴ്സണോട് ഒരു ഹീറ്റഡ് ആർഗ്യുമെൻറ്റിന് ഈ ഒരു ദിവസം പോകരുത്. ഈ ഒരു റീഡിങ് കണ്ടതിന് ശേഷം ഒരു ഹീറ്റഡ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റിന് പോകരുത്. കാരണം നിങ്ങളുടെ ആ ഒരു പേഴ്സൻ്റെ എനർജി ഹെവി എനർജിയാണ് എങ്കിൽ പിന്നെ വളരെ മോശമായിട്ടുള്ള സാഹചര്യമായിരിക്കും നിങ്ങൾ തമ്മിൽ ഉണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്, എസ്പെഷ്യലി സ്കോർപിയോ രാശിക്കാർ. ഇപ്പോൾ പറഞ്ഞ എനർജി സ്കോർപിയോ രാശിക്കാർക്ക് മാത്രമല്ല എല്ലാ രാശിക്കാർക്കും ഉള്ളതാണ്. ഇന്നത്തെ ദിവസം റീഡിംഗ് കണ്ടതിന് ശേഷം നിങ്ങൾ ആവശ്യമില്ലാതെ ഒരു ആർഗ്യുമെൻറ്റിന് നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് പോകരുത്. അവർ ഇങ്ങോട്ട് വരികയാണ് എങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് മാറിപ്പോവുക. കാരണം നിങ്ങളുടെ ബന്ധം സംരക്ഷിക്കേണ്ടത് നിങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ബന്ധം സംരക്ഷിക്കണമെങ്കിൽ നിങ്ങൾ അവരെന്ത് പറഞ്ഞാലും തിരിച്ച് മറുപടി പറയാതിരിക്കുക. ഇവിടെ ഈഗോ കാരണം നിങ്ങൾക്കിടയിൽ വാഗ്വാദങ്ങൾ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഞാനാണ് ശരി, നീ തെറ്റാണ്. അപ്പോൾ നിങ്ങൾ പറയാണ് ഞാനാണ് ശരിയെന്ന് പറയണമെങ്കിൽ അവിടെ വച്ച് പ്രശ്നം ഉണ്ടാകും. അതിനെയും കാട്ടി നിങ്ങൾ പറഞ്ഞതാണ് ശരി, ഞാൻ തെറ്റാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് ആ കാര്യം അപ്പോൾ അവിടെ സോൾവ് ആക്കുക. ഇതുകൂടാതെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കും നിങ്ങളുടെ രണ്ടുപേരുടെയും ഇടയിൽ തേർഡ് പാർട്ടി ഉണ്ട് എങ്കിൽ തേർഡ് പാർട്ടി സഡനായിട്ട് റിലീസായി പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇവരുടെ ഭാഗത്തുനിന്ന് ചില ആക്ഷൻസ് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഇവരുടെ മനസ്സ് എന്താണോ ഇവരോട് പറയുന്നത് അത് കേട്ടിട്ട് ഇവർ ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. എൻഡിങ് ഓഫ് ദ സൈക്കിളാണ്, തേർഡ് പാർട്ടിയാണ് എൻഡായി പോകാൻ പോകുന്നത്. ഇവിടെ ആത്മാവ് പറയുന്നത് കേട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ആക്ഷൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ആത്മാവ് ആരെയാണോ തിരഞ്ഞെടുത്തേക്കുന്നത് അവർക്ക് നേരെയാണ് നിങ്ങളുടെ പേഴ്സൺ ആക്ഷൻ എടുക്കാൻ പോകുന്നത്. ഇവിടെ കുറേ നാളായിട്ട് നിങ്ങളുടെ പേഴ്സൺ വെയിറ്റ് ചെയ്തു. ഇനി നിർണായകമായിട്ടുള്ളൊരു തീരുമാനം ഇവർ എടുക്കാൻ പോവുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ കപ്പിൾസിൻ്റെ ഇടയിൽ ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ എന്തെങ്കിലും പ്രോബ്ലംസോ എന്തെങ്കിലും കാര്യം കാരണം നിങ്ങൾ സെപ്പറേഷൻ ആയിട്ടുണ്ടോ എങ്കിലോ ഇവിടെ നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഡെസ്റ്റിനിയിൽ എന്താണോ ഉള്ളത് അത് നടക്കാൻ പോവുകയാണ്. ഇനി ഡിലേ ഇല്ല. ഇവിടെ ഫാമിലി ലൈഫിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ ആവശ്യമില്ലാതെ വഴക്കിടാൻ പോകരുത്. ഹെവി എനർജിയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ. അപ്പോൾ ഇതാണ് കറണ്ട് എനർജി അല്ലെങ്കിൽ കറണ്ട് ഫീലിംഗ്. ഇനി ഇവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. കോൺടാക്ട് സിറ്റുവേഷൻ, നോ കോൺടാക്ട് സിറ്റുവേഷൻ പ്രത്യേകം നോക്കാം നമുക്ക്. ഇവിടെ നോ കോൺടാക്ട് സിറ്റുവേഷനിലുള്ളവരുടെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന 7 നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. 7777 അങ്ങനെയൊക്കെ. ഇവിടെ കോണ്ടാക്റ്റിലുള്ള ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളോട് പേഷ്യൻസോടെ വെയിറ്റ് ചെയ്യാൻ, പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ വേണ്ടി പറയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങൾക്ക് ട്രിഗർ തരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു.
അതായത് വലിയ ട്രിഗർ എന്ന് പറയുമ്പോൾ ഇവർ എന്തോ ചെറിയ കള്ളത്തനം നിങ്ങളോട് പറഞ്ഞു, അതായത് വലിയൊരു കള്ളത്തനം. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നും. എൻ്റെ പേഴ്സൺ എന്നോട് ഇങ്ങനെ കാണിച്ചല്ലോ, ഇത്രയും വലിയ കള്ളത്തനം എന്നോട് പറഞ്ഞല്ലോ എന്ന്. അതായത് ഇവർ മറച്ചു വെച്ച കാര്യം സഡനായിട്ടായിരിക്കും നിങ്ങളുടെ മുന്നിൽ വരുന്നത്. അതായത് ചിലപ്പോൾ ഇവർ പറയും ഇവരുടെ മാരേജ് ഫിക്സായി, എനിക്ക് നിങ്ങളെ വിവാഹം ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ. ഇല്ല എങ്കിൽ ഇവരുടെ എൻഗേജ്മെൻ്റ് ആയി, ഇവരുടെ കല്യാണം ഓൾറെഡി കഴിഞ്ഞതാണ്. ഇല്ല എങ്കിൽ ഇവരുടെ ലൈഫിൽ എന്തോ ഒരു കള്ളത്തനം മറച്ചു വെച്ചെന്നിവർ അത് നിങ്ങളുടെ മുന്നിൽ സഡനായിട്ട് വരും. അതാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തോ ഒരു വലിയ സത്യം നിങ്ങളുടെ മുന്നിൽ വരാൻ പോവുകയാണ് എന്നാണ് കോണ്ടാക്റ്റിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാരുടെ പേഴ്സൺ ഫിയർ കാരണം നിങ്ങളോട് മാരേജിൻ്റെ കാര്യം പറയുമ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യൂ, പോസ്റ്റ്പോൺ ചെയ്യാം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഫാമിലി ഇപ്പോൾ സമ്മതിക്കത്തില്ല, കുറച്ചും കൂടെ കഴിഞ്ഞ് ഫാമിലിയെ കൺവിൻസ് ചെയ്യാം എന്നുള്ള രീതിയിൽ അവർക്ക് എനർജി ഹെവി ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഫുൾ മൂൺ വരാൻ പോവുകയാണ്. ഫുൾ മൂണിന് മുമ്പേയുള്ള 2 ദിവസവും അതിന് ശേഷമുള്ള ആ ഒരു 2 ദിവസവും എനർജി ഇൻറ്റൻസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതായത് എനർജിയിൽ ഫ്ലക്ച്വേഷൻ ഉണ്ടായിരിക്കും. അതായത് എത്ര സ്നേഹത്തിൽ കഴിയുന്ന ഭാര്യയും ഭർത്താവും ആയാലും കുറച്ചൊരു ഡിറ്റാച്ച്മെൻറ്റ്, കുറച്ചൊരു കോൺഫ്ലിക്റ്റ്, എനർജിയിലുള്ള ഫ്ലക്ച്വേഷൻ കാരണം വഴക്ക്, കോൺഫ്ലിക്റ്റ്, ഡിറ്റാച്ച്മെൻറ്റ് അതൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ ഫുൾ മൂണിൻ്റെ ആ ഒരു ദിവസം, അടുത്ത 2 ദിവസം, അതിന് ശേഷമുള്ള 2 ദിവസം ഒരു തീരുമാനവും നമ്മൾ എടുക്കാൻ പാടില്ല. ആ ഒരു ഫുൾ മൂണിൻ്റെ ആ ഒരു എനർജിയിലാണ് ഇവരുടെ ആ ഒരു എനർജിയിൽ ഫ്ലക്ച്വേഷൻ കാരണം നിങ്ങളോട് വഴക്കിടുന്നതും നിങ്ങളോട് ഡിറ്റാച്ച്മെൻറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവരുടെ ആ ഒരു എനർജി നേരെയാകും. അപ്പോൾ നിങ്ങളോട് സ്നേഹം കാണിക്കുക. അതുകൊണ്ട് ഈ ഒരു ടൈമിൽ നിങ്ങൾ ഒരു ആവശ്യമില്ലാത്ത തീരുമാനം എടുക്കരുത്. ഫുൾ മൂണിൻ്റെ അടുത്ത 2 ദിവസവും ശേഷമുള്ള 2 ദിവസവും. അപ്പോൾ ഈ ഒരു ടൈം പേയിൽ നിങ്ങളുടെ പേഴ്സൺ എന്ത് പറഞ്ഞാലും നിങ്ങൾ റിയാക്റ്റ് ചെയ്യാൻ പോകരുത്. റിയാക്റ്റ് ചെയ്യാൻ പോയാൽ നിങ്ങളുടെ ലൈഫ് സ്പോയിലാകും. അതുകൊണ്ട് പേഷ്യൻസോടെ അവരെന്ത് പറഞ്ഞാലും കേട്ടുകൊണ്ടിരിക്കുക. ഈ കാതി കൂടെ കേട്ട് ആ കാതി കൂടെ കളയുക, അത്രമാത്രം നിങ്ങൾ ചെയ്യുക. ഇനി നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. കോണ്ടാക്ട് സിറ്റുവേഷൻ ഉള്ളവർക്ക് 7 നമ്പറാണ് ഇമ്പോർട്ടായിട്ട് വന്നിരിക്കുന്നത്. 7 അവേഴ്സിനുള്ളിൽ അല്ലെങ്കിൽ 70 അവേഴ്സിനുള്ളിൽ അല്ലെങ്കിൽ 24 അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് ഈ റീഡിംഗ് റെസൊണേറ്റ് ആകുന്നതാണ്. ഇവിടെ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ളവർക്ക് യൂണിയൻ ആവാൻ പോവുകയാണ്, ന്യായം ലഭിക്കുവാൻ പോവുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ 4 നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ളവർക്ക് 22 അവേഴ്സിനുള്ളിൽ മാസീവായിട്ടുള്ള യൂണിയൻ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ പേഴ്സൻ്റെ കോളോ മെസ്സേജോ നിങ്ങൾക്ക് വന്ന് യൂണിയൻ ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഫാമിലി കാരണമോ അല്ല എങ്കിൽ വേറെ ആരെങ്കിലും കാരണമോ നിങ്ങളെ ഇവർ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ പശ്ചാത്താപം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവർക്ക് ഈ ഒരു ടൈം പീരീഡിൽ. അതായത് ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി, എൻ്റെ പേഴ്സണെ ഞാൻ ഒഴിവാക്കി അവർ കാരണം എന്ന് പിന്നെ നിങ്ങളോട് സംസാരിക്കണം എന്നുള്ള തോന്നൽ വരികയും അങ്ങനെ കോളോ മെസ്സേജോ ചെയ്യുകയും ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളിൽ പല ആൾക്കാരും പേഷ്യൻസ് ആയിട്ട് വെയിറ്റ് ചെയ്ത് നിങ്ങളുടെ പേഴ്സന് വേണ്ടി അതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുവാൻ പോവുകയാണ്. 369 ആ ഒരു എനർജി, 669 ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ ഫാമിലിയോട് നിങ്ങളെക്കുറിച്ച് പറയുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ 511, 811, 611 ആ ഒരു എനർജിയും കാണാൻ സാധിക്കുന്നു. 88 ഈ ഒരു ഏഞ്ചൽ നമ്പർ ഇവിടെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു നമ്പർ അടിക്കടി കാണുന്നുണ്ടായിരിക്കാം ഈ ഒരു ടൈം പീരീഡിൽ. ഇവിടെ ഫാമിലിയിലുള്ളവരോട് നിങ്ങളുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങളുടെ പേഴ്സൺ പറഞ്ഞു. ഫാമിലി കാരണം ഇവർ കുറച്ച് സഫറിങ് സിറ്റുവേഷൻ അനുഭവിക്കുന്നുണ്ട്, പക്ഷേ മുന്നോട്ട് പോയി കാര്യങ്ങളെല്ലാം നേരെയാകുന്നതാണ്. അതായത് ഹോപ്പ്ഫുള്ളായിട്ടാണ് ഇരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ. ഫാമിലി മുന്നോട്ട് പോയിട്ട് ഇവരുടെ ആ ഒരു ഇഷ്ടത്തിന് ഓക്കെ പറയും എന്നുള്ള ആ ഒരു പ്രതീക്ഷയോടെ നിങ്ങളുടെ പേഴ്സൺ ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് നോ കോണ്ടാക്ട് സിറ്റുവേഷനുള്ള ആൾക്കാരുടെ റീഡിംഗ്. ഇനി ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം നമുക്ക്. ടേക്ക് ആക്ഷൻ എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ഞാൻ ഇന്ന് രാവിലെ അച്ചു സ്പിരിച്വൽ ജേണിയിലും ഒരു റീഡിംഗ് ചെയ്തപ്പോൾ തീരുമാനം എടുക്കാനുള്ള സമയമായി, തീരുമാനം എടുക്കാനാണ് പറയുന്നത്. അതേപോലെ ഇപ്പോഴും നിങ്ങളുടെ ആ ഒരു ഏഞ്ചൽസും പറയുന്നത് ടേക്ക് ആക്ഷൻ എന്നാണ്. എന്ത് തീരുമാനമാണോ നിങ്ങളുടെ മുന്നിൽ എടുക്കാൻ വേണ്ടി ഇരിക്കുന്നത് നിങ്ങൾ ആ തീരുമാനം എടുക്കുക എന്നാണ് ഏഞ്ചൽസും പറയുന്നത്. അതായത് സമയം വിലപ്പെട്ടതാണ്, ഓരോ സമയവും വിലപ്പെട്ടതാണ്. നിങ്ങളുടെ സമയം നിങ്ങൾ വെറുതെ നഷ്ടപ്പെടുത്തരുത്. കൂടാതെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് പ്രയോറിറ്റി തരുന്നില്ല എങ്കിൽ ക്ലിയർ കട്ടായിട്ട് അവരോട് കാര്യങ്ങൾ സംസാരിക്കുക, എന്നിട്ടൊരു തീരുമാനം എടുക്കുക. അതായത് നമ്മുടെ ബന്ധത്തിൽ സക്സസ് ഉണ്ടോ അതോ ഞാൻ മുന്നോട്ട് പോകണോ നിങ്ങളെ ഒഴിവാക്കിയിട്ട് എന്ന് ചോദിക്കണം. സെൽഫ് ലവ് ചെയ്യാനാണ് ഏഞ്ചൽസ് പറയുന്നത്. നിങ്ങളിപ്പോൾ വളരെ ലോവർ എനർജിയിലാണ് എങ്കിൽ സെൽഫ് ലവ് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ പേഴ്സൺ ചേസ് ചെയ്ത് നിങ്ങളുടെ അടുത്ത് വരികയുള്ളൂ. സ്ട്രോങ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. നിങ്ങളിപ്പോൾ വളരെയധികം ധൈര്യമില്ലാതെ ഇരിക്കുന്നവരാണ് എങ്കിൽ സ്ട്രോങ് ആവുക എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്.
നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി പോസിറ്റിവിറ്റി വേണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ചുറ്റിലുമുള്ളവർക്കും പോസിറ്റിവിറ്റി കൊടുക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുകയുള്ളൂ എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. അപ്പോൾ ഇതെൻ്റെ പുതിയ ചാനലാണ് അച്ചു നന്ദ വേൾഡ്. ഇത് വന്നിട്ട് സീരിയൽ റിവ്യൂ ആണ് ഞാൻ ചെയ്യുന്നത്. 22 സബ്സ്ക്രൈബേഴ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് സഹായം എന്ന വണ്ണം എൻ്റെ ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.